കുഞ്ഞു പൈതലിനെ കിടത്തിയ തൊട്ടിലും വഹിച്ച് സുൽത്താൻ്റെ കറുത്ത കുതിര എങ്ങോട്ടോ പാഞ്ഞു. ബോധം വരുമ്പോൾ ഞാൻ ഖുറാസാൻ കാരാഗ്രഹത്തിലായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരിൽ ഒരാളാണ് ഞാനെന്ന് സഹതടവുകാരിൽ നിന്നും ഞാൻ അറിഞ്ഞു. തനിക്ക് ബോധം വന്ന ദിവസം തന്നെ ഹിലാൽ അബ്ദുൽ ഖയ്യൂമിൻ്റെ മുന്നിൽ ഞാൻ ഹാജരാക്കപ്പെട്ടു. എടാ ദ്രോഹി, സുൽത്താൻ്റെ കാതകിയെ നീ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചെന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നീ ഇഞ്ചിഞ്ചായി മരിക്കേണ്ടി വരും. അബ്ദുൽ ഖയ്യൂം അലറി. അവരെ രക്ഷിച്ചു കൊണ്ടുപോയി എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ സൈന്യത്താൽ ആക്രമിക്കപ്പെട്ടതിന് ശേഷം അവർക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിവില്ല. സത്യാവസ്ഥ ബോധിപ്പിച്ചെങ്കിലും അയാൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇയാളുടെ കുടുംബത്തെ എൻ്റെ മുമ്പിൽ ഹാജരാക്കുക. ഹിലാൽ അബ്ദുൽ ഖയ്യൂം എൻ്റെ കുടുംബത്തെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഉടൻ തന്നെ എൻ്റെ മാതാവും പിതാവും 2 സഹോദരിമാരും ഭാര്യയും എൻ്റെ 2 പിഞ്ചു മക്കളെയും കൊട്ടാരത്തിൽ ഹാജരാക്കി. എൻ്റെ മുമ്പിൽ വെച്ച് ആ നരാധമൻ എൻ്റെ കുടുംബത്തെ നിഷ്കരുണം ഉപദ്രവിച്ചു. കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞിട്ടും ആ ദുഷ്ടജന്മം അവരെ വെറുതെ വിട്ടില്ല. രാജ്ഞിയെക്കുറിച്ചും പുത്രനെക്കുറിച്ചും എനിക്കറിയാമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. പട്ടിണി കിടന്നും പീഡനങ്ങളാൽ നരകയാതനകൾ സഹിച്ചും എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരായി എൻ്റെ കൺമുമ്പിൽ ജീവനറ്റ് വീണു. മരണത്തെ കൊതിച്ചുപോയ ദിവസങ്ങൾ തള്ളി നീക്കി ആ കാരാഗ്രഹത്തിൽ കഴിയുമ്പോഴും സുൽത്താൻ്റെ പുത്രൻ എവിടെയെങ്കിലും സുരക്ഷിതമായി എത്തിയിട്ടുണ്ടാകുമെന്ന വിശ്വാസം ഉള്ളിലുണ്ടായിരുന്നു. ഓരോ ദിവസവും അബ്ദുൽ ഖയ്യൂം എൻ്റെ മുമ്പിൽ വന്ന് മനം മാറ്റം വന്നോ എന്ന് ചോദിക്കും. എൻ്റെ മറുപടിയിൽ മാറ്റമില്ലെന്ന് കണ്ട് ഒരു ദിവസം അയാൾ ആ ക്രൂരകൃത്യത്തിന് എന്നെ ഇരയാക്കി. ഈ വഞ്ചകൻ്റെ 2 കാലുകളും ഛേദിച്ചു കളയുക. കുറച്ചുകാലം ഒരു പുഴുവിനെ പോലെ ഇവിടെ എഴഞ്ഞു ജീവിക്കട്ടെ. അങ്ങനെ ഇവനെ ഇഞ്ചിഞ്ചായി കൊല്ലാം. ആ നരാധമൻ അട്ടഹസിച്ചു. 2 കാലുകളും നഷ്ടപ്പെട്ട് അബ്ദുൽ ഖയ്യൂം പറഞ്ഞ പോലെ ഒരു പുഴുവിനെ പോലെ തന്നെയാണ് കാരാഗ്രഹത്തിൽ പിന്നീടുള്ള നാൾ ഞാൻ കഴിഞ്ഞത്. എൻ്റെ നാവിൽ നിന്നും രാജ്ഞിയെയും മകനെയും കുറിച്ച് വല്ല തുമ്പും കിട്ടുമോ എന്ന് കരുതിയാണ് അയാൾ എൻ്റെ വധശിക്ഷ നീട്ടിയത്. ഭരണം ഏറ്റെടുത്ത് അധിക നാളായില്ല. അപ്പോഴേക്കും ഖയ്യൂമിൻ്റെ ഭരണത്തിൽ അസ്വസ്ഥരായ ജനം സംഘടിക്കാൻ തുടങ്ങി. അവർക്ക് നേതൃത്വം കൊടുത്തതാകട്ടെ അഫ്രീന രാജ്ഞിയുടെ ബാവയും പിന്തുണയുമായി അവരുടെ സഫർ ഗോത്രവും കൂടെ നിന്നു. അവരുടെ നേതൃത്വത്തിൽ ശക്തമായൊരു വിമത സൈന്യം ബുഖാറയിൽ രൂപപ്പെട്ടു. മറ്റൊരു ഭാഗത്ത് മരണപ്പെട്ട സുൽത്താൻ അബ്ദുൽ ഖാസിമിൻ്റെ സഹോദരങ്ങളും അവരുടെ കുടുംബങ്ങളും അബ്ദുൽ ഖയ്യൂമിനോട് വിയോജിപ്പ് കാണിച്ചിരുന്നു. ഈ 2 സംഘങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് തനിക്കെതിരെ ചരട് വലിക്കാൻ തുടങ്ങിയാൽ തൻ്റെ രാജാധികാരം നഷ്ടപ്പെടുമെന്ന് ഹിലാൽ അബ്ദുൽ ഖയ്യൂമിന് ഉറപ്പായിരുന്നു. താൻ തളർന്നു പോയാൽ പിന്നീട് ഒരിക്കലും ഖുറാസാനിൻ്റെ അധികാരം തനിക്ക് സ്വപ്നം പോലും കാണാനാവില്ല. അയാൾ തൻ്റെ കുബുദ്ധിയിൽ കണക്കുകൂട്ടലുകൾ നടത്തി. മരിച്ചുപോയ സുൽത്താൻ അബ്ദുൽ ഖാസിമിൻ്റെ കുടുംബത്തെയും ബുഖാറയിലെ പ്രമുഖ ഗോത്രമേധാവിയായ അഫ്രീന രാജ്ഞിയുടെ പിതാവിനെയും തമ്മിൽ തെറ്റിച്ച് ശത്രുതയിലാക്കാൻ പല ഗൂഢതന്ത്രങ്ങളും മെനയാൻ തുടങ്ങി. അവർ 2 കൂട്ടരും ഒരുമിച്ച് നിന്നാൽ തൻ്റെ സ്വപ്നത്തിന് മേൽ കരിനിഴൽ വീഴുമെന്ന് ഹിലാൽ അബ്ദുൽ ഖയ്യൂം ഉറപ്പിച്ചു. സുൽത്താൻ അബ്ദുൽ ഖാസിമിൻ്റെ സഹോദരന്മാരെ ഏതു വിധേനയും തൻ്റെ കൂടെ നിർത്തണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ തനിക്ക് ബുഖാറയിലുള്ള സൈന്യത്തെ നേരിടാനും രാജാധികാരം നിലനിർത്താനും കഴിയുകയുള്ളൂ. അബ്ദുൽ ഖയ്യൂം സുൽത്താൻ്റെ സഹോദരന്മാരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. നിങ്ങളുടെ സഹോദരനെ വിഷം നൽകി നിഷ്കരുണം വധിച്ചു കളഞ്ഞ അഫ്രീന രാജ്ഞിയുടെ കുടുംബത്തെ ഒരു പാഠം പഠിപ്പിക്കണം. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. അത് നിങ്ങൾ നൽകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഖുറാസാനിലെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി അഫ്രീന രാജ്ഞിയുടെ പിതാവ് സഫർ ഗോത്രത്തെ മുഴുവൻ സംഘടിപ്പിച്ച് ഏത് നിമിഷവും ഇങ്ങോട്ടെത്താൻ സാധ്യതയുണ്ട്. സുൽത്താൻ അബ്ദുൽ ഖാസിമിൻ്റെ സഹോദരന്മാരോട് അബ്ദുൽ ഖയ്യൂം പറഞ്ഞു. ഞങ്ങൾ താങ്കളെ സഹായിക്കാം, പക്ഷേ രാജാധികാരം ഞങ്ങൾക്ക് തിരിച്ചു തന്നേ മതിയാവൂ. രാജാധികാരം അബ്ദുൽ ഖാസിമിൻ്റെ സഹോദരന്മാർക്ക് നൽകണമെന്ന നിലപാടിൽ അവർ ശക്തമായി ഉറച്ചുനിന്നു. ബുഖാറയിലെ സൈന്യത്തെ പരാജയപ്പെടുത്തിയതിന് ശേഷം രാജാധികാരം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു നൽകാം. അധികാരത്തിൽ എനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. ശിഷ്ടകാലം പരിശുദ്ധ മക്കയിൽ പോയി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അബ്ദുൽ ഖയ്യൂം അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. സുൽത്താൻ്റെ സഹോദരങ്ങളെയും കുടുംബത്തെയും അനുനയിപ്പിച്ച് തൽക്കാലം കൂടെ നിർത്താൻ അബ്ദുൽ ഖയ്യൂമിന് കഴിഞ്ഞു. അങ്ങനെ ബുഖാറയിൽ രൂപം കൊണ്ട വിമത സൈന്യത്തെ ഹിലാൽ അബ്ദുൽ ഖയ്യൂം നിഷ്പ്രയാസം കീഴടക്കി. ഗോത്രപ്രമുഖരിൽ പലരും ജയിലിൽ അടയ്ക്കപ്പെട്ടു. രാജാധികാരം തിരിച്ചു നൽകുമെന്ന് പ്രതീക്ഷിച്ച സുൽത്താൻ്റെ സഹോദരന്മാരെയും അവരെ അനുകൂലിക്കുന്നവരെയും ഹിലാൽ അബ്ദുൽ ഖയ്യൂം അതിവിദഗ്ധമായി ചതിച്ചു. അബ്ദുൽ ഖാസിമിൻ്റെ സഹോദരന്മാർക്ക് നൽകിയ ഉടമ്പടി ഹിലാൽ അബ്ദുൽ ഖയ്യൂം ലംഘിച്ചു. രാജാധികാരം എൻ്റെ സഹോദരിയിൽ സുൽത്താന് പിറന്ന മകനുള്ളതാണ്. യാതൊരു കാരണവശാലും ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്കാവില്ല. അവന് പ്രായപൂർത്തിയാകും വരെ ഖുറാസാനിൻ്റെ ഭരണം എൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. അതിനായി ആരും മോഹിച്ചിട്ട് കാര്യമില്ല. ഹിലാൽ അബ്ദുൽ ഖയ്യൂം സുൽത്താൻ്റെ സഹോദരന്മാരെ വിളിച്ച് തൻ്റെ നിലപാട് വ്യക്തമാക്കി. ഇതിനെതിരെ ശബ്ദമുയർത്തിയ സുൽത്താൻ അബ്ദുൽ ഖാസിമിൻ്റെ സഹോദരന്മാരിൽ ചിലരെ അബ്ദുൽ ഖയ്യൂം ജയിലിലടച്ചു. ജയിലിൽ വെച്ച് സഫർ ഗോത്ര നേതാക്കന്മാരും സുൽത്താൻ അബ്ദുൽ ഖാസിമിൻ്റെ സഹോദരന്മാരും തമ്മിൽ കണ്ടുമുട്ടി. അവർ തമ്മിൽ ചർച്ചയുണ്ടായി.
ക്രൂരനായ അബ്ദുൽ ഖയ്യൂമിൻ്റെ ഹീനമായ നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും അഴിക്കുള്ളിൽ തന്നെ കിടക്കേണ്ടി വരുമെന്ന് അവർ മനസ്സിലാക്കി. ജയിലിനുള്ളിൽ അവരെ അനുകൂലിക്കുന്ന ചില ഉദ്യോഗസ്ഥർ വഴി സുൽത്താൻ അബ്ദുൽ ഖാസിമിൻ്റെ പുറത്തുള്ള സഹോദരന്മാരോട് ബുഖാറയിലെ സഫർ ഗോത്രത്തോടൊപ്പം ചേർന്ന് തങ്ങളെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമങ്ങൾ തുടങ്ങാൻ പറഞ്ഞു. ഏത് വിധേനയും ജയിലിൽ കിടക്കുന്ന തങ്ങളുടെ ആളുകളെ മോചിപ്പിക്കാൻ സഫർ ഗോത്രവും തയ്യാറായിരുന്നു. ബുഖാറയിലെ സഫർ ഗോത്രവും മരിച്ചുപോയ സുൽത്താൻ അബ്ദുൽ ഖാസിമിൻ്റെ സഹോദരന്മാരും ഒരുമിച്ച് നിന്ന് ഒരേ സമയം പുറത്തുനിന്നും അകത്തുനിന്നും അവരെ അനുകൂലിക്കുന്ന ചില ജയിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു മിന്നൽ സൈനിക ആക്രമണത്തിലൂടെ ജയിൽ ആക്രമിക്കാൻ തീരുമാനിച്ചു. അർദ്ധരാത്രിയുടെ മറവിൽ ജയിൽ ഭിത്തി തകർത്ത് അവർ ജയിലിനുള്ളിലേക്ക് ഇരച്ചു കയറി. അപ്രതീക്ഷിതമായ ആക്രമണമായതിനാൽ കാര്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ ജയിൽ കാവൽക്കാർക്ക് കഴിഞ്ഞില്ല. ജയിലിൽ കിടക്കുന്ന സർവരെയും സംഘടിച്ചെത്തിയവർ മോചിപ്പിച്ചു കൊണ്ടുപോയി. ചെരുപ്പുകുത്തി ഒരു നിമിഷം കഥ നിർത്തി ഒരു ദീർഘനിശ്വാസം വിട്ട് ഹാഷിമിനെയും നേറിഷയെയും നോക്കി. വീണ്ടും കഥ തുടർന്നു. അങ്ങനെ മരണശിക്ഷ കാത്തു കിടക്കുന്ന ഞാനും എന്നെപ്പോലെ കുറേ പേരും ജയിൽ മോചിതരായി. ഇതിൽ കലിപൂണ്ട അബ്ദുൽ ഖയ്യൂം തൻ്റെ ശത്രുക്കൾക്ക് മേൽ ആക്രമണം അഴിച്ചുവിട്ടു. തൽഫലമായി അബ്ദുൽ ഖയ്യൂമിനെ എതിർക്കുന്നവർ ഖുറാസാനിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. അബ്ദുൽ ഖയ്യൂം അതുകൊണ്ടൊന്നും നിർത്തിയില്ല. അയാൾ നരനായാട്ട് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്കെതിരെ ചെറുവിരലനക്കിയവരെ നിർദ്ദയം കൊന്നൊടുക്കി. തൻ്റെ ശത്രുക്കൾ എവിടെയെങ്കിലും അഭയം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തേടിച്ചെന്ന് നിഷ്കരുണം വധിച്ചു കളഞ്ഞു. ഇനി ഒരിക്കലും തനിക്കെതിരെ ഒരു ശത്രു പോലും ജീവനോടെ എവിടെയും ഉണ്ടാവരുതെന്ന് അബ്ദുൽ ഖയ്യൂമിന് നിർബന്ധമായിരുന്നു. അവസാനം അവർ എന്നെയും തേടിയെത്തി. 2 കാലും നഷ്ടപ്പെട്ട ഞാൻ ജീവിക്കാൻ വേണ്ടി ബുഖാറയിലെ ഒരു ചെരുപ്പുകുത്തിയുടെ സഹായിയായി കഴിയുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത എന്നെ നിഷ്കരുണം ആക്രമിച്ച് മരണമുറപ്പിച്ച് വിട്ടുകളഞ്ഞതായിരുന്നു. പക്ഷേ എനിക്ക് ആഴ്ചകൾക്ക് ശേഷം ബോധം വന്നപ്പോൾ മരുക്കാട്ടിൽ ഏതോ ഒരു കുടിലിനുള്ളിൽ കിടക്കുകയായിരുന്നു ഞാൻ. അന്ന് എന്നെ രക്ഷിച്ചത് മറ്റാരുമല്ലായിരുന്നു, ബുഖാറയിലെ അഫ്രീന രാജ്ഞിയുടെ പിതാവായിരുന്നു അത്. സഹോദര, അഫ്രീന രാജ്ഞിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? മഹ്മൂദ് ഹാഷിം ആകാംക്ഷയോടെ ചെരുപ്പുകുത്തിയോട് ചോദിച്ചു. ഞാൻ പുറത്തിറങ്ങിയ ശേഷം ആദ്യം അവരെ അന്വേഷിച്ചു. പക്ഷേ പിന്നെ ആരും അവരെ കണ്ടിട്ടില്ല. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരോ ഞങ്ങളെ ആക്രമിച്ച സൈനികരോ ആരും ജീവനോടെ തിരിച്ചു വന്നതുമില്ല. അവരെല്ലാവരും മരണപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ചെരുപ്പുകുത്തി പറഞ്ഞു നിർത്തിയതും ഹാഷിമിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ മഴ പെയ്തു തുടങ്ങി. അതുവരെ അടക്കി നിർത്തിയ സങ്കടക്കടൽ ഇരമ്പി വന്നു. ഹാഷിം കരച്ചിൽ പിടിച്ചു നിർത്താനാവാതെ ചെരുപ്പുകുത്തിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. മഹ്മൂദ് ഹാഷിം അരയിൽ നിന്നും ചെറിയൊരു തുണിസഞ്ചി പുറത്തെടുത്തു. ഹാഷിമിനെ ഇസ്ഫഹാനിലെ പള്ളിയിൽ നിന്നും കിട്ടുമ്പോൾ ഹാഷിം ധരിച്ചിരുന്ന ആടയാഭരണങ്ങളായിരുന്നു ആ തുണിസഞ്ചിയിൽ. ഇസ്ഫഹാനിൽ നിന്നും യാത്ര പുറപ്പെട്ട സമയത്ത് ഹാഷിമിൻ്റെ ബാബ ഏൽപ്പിച്ചതായിരുന്നു അവയെല്ലാം. നേറിഷ ചെരുപ്പുകുത്തിയുടെ മുമ്പിലേക്ക് അവയെടുത്ത് നീട്ടി. ഖുറാസാൻ രാജമുദ്ര പതിപ്പിച്ച ആഭരണങ്ങളിലേക്ക് നോക്കിയ നിമിഷം ചെരുപ്പുകുത്തിയുടെ കണ്ണുകൾ വിടർന്നു. അയാൾ ആദ്യം ഇരു കൈയും മേലോട്ടുയർത്തി സൃഷ്ടാവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലയോ ഖുറാസാനിലെ രാജകുമാര, ഞാൻ ചിന്തിച്ചത് വളരെ ശരിയായിരുന്നു. എനിക്കറിയാമായിരുന്നു താങ്കൾ ഞങ്ങളുടെ പ്രിയ സുൽത്താൻ്റെ പുത്രനാണെന്ന്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ മുഖം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. നിങ്ങളെ കൂടെ കൂട്ടിയതും ഒരുമിച്ച് നിന്നതും അതുകൊണ്ട് മാത്രമാണ്. മരിക്കുന്നതിന് മുമ്പ് താങ്കളെ ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ന് സദാസമയവും പ്രാർത്ഥിച്ചിരുന്നു, ആശിച്ചിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായി പടച്ചവനിത ഖുറാസാനിൻ്റെ രാജകുമാരനെ എൻ്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. സുൽത്താൻ അബ്ദുൽ ഖാസിമിൻ്റെ രാജമുദ്ര പതിച്ച ആഭരണങ്ങൾ കൈകളിൽ വാരിയെടുത്ത് ചെരുപ്പുകുത്തി പൊട്ടിക്കരഞ്ഞു. ഹാഷിം അയാളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. തനിക്കും കുടുംബത്തിനും വേണ്ടി, തൻ്റെ രാജ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ധീരനായ വ്യക്തിത്വത്തിനുടമയാണ് തൻ്റെ മുമ്പിൽ നിന്ന് കരയുന്നത്. മഹ്മൂദ് ഹാഷിം ചെരുപ്പുകുത്തിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഹാദിയ രാജ്ഞിയും മകനും അവർക്ക് എന്ത് സംഭവിച്ചു? അവരിപ്പോഴും ജീവനോടെയുണ്ടോ? നേർഷ ചോദിച്ചു. പറയാം. ചെരുപ്പുകുത്തി വീണ്ടും കഥ തുടർന്നു.